ഈ 58 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് എന്നുള്ള കാര്യം ഇതുവരെ PSC പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇതിനകത്ത് ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നത്. ഇന്നിന്ന കാര്യം കൊണ്ട് ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, അത് വിദഗ്ധ സമിതി നിശ്ചയിച്ചു തന്നതാണ്, അത് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് PSCക്ക് പറയാം. കാരണം PSCനകത്ത് ഡയറക്റ്റ് ആയിട്ട് കക്ഷിയല്ല. ഞാൻ ഈ പറഞ്ഞ സമ്പ്രദായ പ്രകാരം PSC ഡയറക്റ്റ് ആയിട്ട് കക്ഷിയേ അല്ല. അങ്ങനെ PSC ഡയറക്റ്റ് ആയിട്ട് കക്ഷി അല്ലാതിരിക്കുന്ന ഒരു സംഭവത്തിൽ ഇവരെന്തുകൊണ്ടാണ്, എന്തിന്റെ പേരിലാണ് ഈ ചോദ്യങ്ങൾ ഒഴിവാക്കിയത് എന്ന് പറയുന്നില്ല എന്നുള്ളതിലാണ് സംശയങ്ങളും ദുരൂഹതയും ഇരിക്കുന്നത്. അതത്ര ശരിയായ ഒരു നടപടിക്രമമായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം PSC ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള PSC കേരളത്തിലേതാണ്. ഞാൻ ഈ പറയുന്ന തരത്തിൽ പരീക്ഷകൾ നടത്തുകയാണെങ്കിൽ ഒരു നീറ്റിന്റെയും ചോദ്യ പേപ്പർ ചോരയില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പൊ ചോദ്യ പേപ്പർ ചോരാതെ ഇങ്ങനെ നടത്താൻ പറ്റും. അങ്ങനെ നടത്താൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നീറ്റുകാർക്കും ഈ സിസ്റ്റം അവലംബിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സിസ്റ്റമാണ് ഏറ്റവും നല്ലത്. ഒരാൾക്കും ഇതിനകത്ത് ഇടപെടാനുള്ള അധികാരവും ഇല്ല, അവസരവും ഇല്ല. അപ്പൊ PSC ഡയറക്റ്റ് ആയിട്ട് കക്ഷി അല്ലാത്ത ഒരു കാര്യത്തിൽ PSC എന്തിനാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് എന്ന കാര്യം പറയാത്തത് എന്ന കാര്യത്തിലാണ് സംശയം വരുന്നത്. അവരത് വ്യക്തമാക്കി കഴിഞ്ഞാൽ സംശയം തീരാവുന്നതാണ്. ശരിയാണ്. ഞങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കിട്ടി. ഈ ചോദ്യങ്ങളെ കുറിച്ച് വ്യാപകമായിട്ടുള്ള ഞങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ചോദ്യങ്ങളെ കുറിച്ച് വ്യാപകമായ പരാതി വന്ന് ആ പരാതി ഞങ്ങളൊരു വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അപ്പൊ വിദഗ്ധ സമിതി ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് പറയാൻ PSC ഇതുവരെ തയ്യാറായിട്ടില്ല. അവരിപ്പോൾ പകരം ഈ 10 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വാല്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വീണ്ടും വാല്യുവേഷന് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല, അപ്പോ വേറൊരു പ്രശ്നമുണ്ടല്ലോ. എന്തുകൊണ്ട് ആദ്യം ഒഴിവാക്കി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ? ശരിയാണ്, വളരെ ശരിയാണ്. ആരാണ് ആ തീരുമാനം എടുത്തത്? PSCയുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അതെ, ഈ സബ് കമ്മിറ്റി, PSCയുടെ ഒരു സബ് കമ്മിറ്റി ഉണ്ട് എക്സാമിനേഷന്റെ. ഈ ചോദ്യങ്ങളെല്ലാം കൂടി എക്സാമിനേഷന്റെ സബ് കമ്മിറ്റിയിൽ വരും. ആ സബ് കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ചേർന്നിട്ട് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സെക്രട്ടറി ഉണ്ടാകും. ചേർന്നിട്ട് ഇങ്ങനെ വിദഗ്ധ അഭിപ്രായം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ വിദഗ്ധ അഭിപ്രായം ഫയലിൽ അപ്പൊ തന്നെ എഴുതും. Accepting the expert opinion, we decided to delete question number 1, 2, 3, 4 and fixed the evaluation based on the remaining marks. എന്നതിനകത്ത് എഴുതും. ഇതാണ് അതിന്റെ രീതി. ഇതില് അത് നടക്കാതെ ഇപ്പൊ വീണ്ടും ഈ ചോദ്യങ്ങൾ ഇവാലുവേഷന് പോകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം കൂടും.